യഹൂദ പാരമ്പര്യമനുസരിച്ച് ദാസന്മാരാണ് യജമാനൻ്റെ കാലുകൾ കഴുകേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതാഘോഷവേളയിലും ദാസന്മാരെ യജമാനൻ്റെയും അതിഥികളുടെയും കാല് കഴുകുമായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഈ ആഢ്യ മനോഭാവം കർത്താവ് തിരുത്തുകയാണ്. കർത്താവ് മേലങ്കി അഴിച്ചു മാറ്റി അരയിൽ കച്ച ചുറ്റി കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ വരികയാണ്. എല്ലാവരും സ്തബ്ധിച്ച ഒരു നിമിഷമാണത്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് കർത്താവിനോട് സങ്കടത്തോടുകൂടെ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുകയോ? ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നീ ഞങ്ങളുടെ ഗുരുവും നാഥനുമാണ്. നീ ഞങ്ങളുടെ പാദങ്ങൾ കഴുകുകയോ? സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പരമപ്രധാനമായ ഹൃദയസ്പന്ദനം ആധിപത്യം സ്ഥാപിക്കലല്ല, എല്ലാവരെയും ചേർത്ത് ഒന്നിച്ച് ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്നതാണ്. ഇന്ന് പൗരോഹിത്യത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ വൈദികരുടെ ശവസംസ്കാര കർമ്മങ്ങളിൽ അവരോട് ജനങ്ങളോട് പറയാറുണ്ട്, വൈദികൻ്റെ മരണമെന്ന് പറയുന്നത് മൂക്കിലെ ശ്വാസം നിലയ്ക്കുന്നതല്ല. തമ്പുരാൻ പൗരോഹിത്യത്തിൻ്റെ മഹാദാനത്തിലൂടെ തനിക്ക് നൽകിയത് മുഴുവൻ തൻ്റെ ജനത്തിന് കൊടുത്തു തീരുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി സമ്മാനം വാങ്ങിക്കാൻ പോകുന്നതാണ്. മരണം ജൈവശാസ്ത്രപരമായിട്ട് നമുക്ക് നോക്കിക്കാണാം. പക്ഷെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ലാഭം കൊയ്യുന്നതെല്ലാം നഷ്ടം ഏറ്റുവാങ്ങുന്നതാണ്. അതാണ് കർത്താവ് ചെയ്തത്. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. ഇന്ന് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ പെസഹ കൊണ്ടാടുമ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും നമ്മൾ കാണിക്കേണ്ട ഒരു ക്രൈസ്തവ കാഴ്ചപ്പാടുണ്ട്. ആ ക്രൈസ്തവ കാഴ്ചപ്പാടാണ് കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി. കർത്താവിൻ്റെ ഈ വലിയ കാഴ്ചപ്പാട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകണം. ധൂർത്തപുത്രൻ്റെ കഥ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള കഥയാണ്. നല്ലവനായ മൂത്ത പുത്രൻ്റെ പരാതി, അപ്പാ ഞാൻ നന്നായിട്ട് നിന്നോട് സഹകരിച്ചു, എല്ലാ കാര്യത്തിലും ഞാൻ നിൻ്റെയൊക്കെ ഇടതും വലതും കാവൽ നിന്നു. പക്ഷെ ഈ കൊള്ളരുതാത്തവൻ, നീ കൊടുത്തത് മുഴുവൻ നിന്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങിച്ചതാണ്. നീ ഇഷ്ടത്തോടെ കൊടുത്തതല്ല. സമയത്തിന് മുൻപ് തനിക്ക് തരേണ്ടത് തരണമെന്ന് അവൻ തർക്കിച്ചു വാങ്ങിച്ചതാണ്. എന്നിട്ടെല്ലാം നശിപ്പിച്ച് അവൻ വന്നപ്പോൾ നീ കതകടയ്ക്കല്ല ചെയ്തത്, കതക് തുറന്ന് അവനെ കാത്തിരുന്നു. നീ അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു.
നിന്നെ അനുസരിച്ച് ഇന്നുവരെ കീഴ്വഴങ്ങി ജീവിച്ച എന്നെ നീ ഒരിക്കൽ പോലും കെട്ടിപ്പിടിച്ചിട്ടില്ല. പക്ഷെ ധൂർത്ത പുത്രൻ വന്നപ്പോൾ നീ ചേർത്ത് പിടിച്ചു. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സ്പേസ് എന്ന് പറയുന്നത് പാപികൾക്കുള്ള സ്പേസാണ്, പുണ്യവാളന്മാർക്കുള്ള സ്പേസ് അല്ല. പാപം ചെയ്യുന്നവർക്ക് തിരിച്ചു വരാൻ അവകാശമുണ്ട്. അവൻ തിരിച്ചു വന്നാലേ അവനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് പെസഹ ദിവസം കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് പഴയ നിയമത്തിനെ തിരുത്തി പുതിയ നിയമത്തിലേക്ക് വഴി തുറക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ നമ്മൾ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്നവരാണ്. അപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്, സഹോദരൻ എന്ന നിലയ്ക്ക്, ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക്, അധ്യാപകർ എന്ന നിലയ്ക്ക്. പക്ഷെ തിരിച്ചറിയുക, നമ്മുടെ അധികാരം ആധിപത്യമല്ല. നമ്മുടെ അധികാരം കർത്താവിൻ്റെ ശുശ്രൂഷയിലുള്ള കൂട്ട് പങ്കാളിത്തമാണ്. പെസഹ വ്യാഴാഴ്ച അപ്പവും വീഞ്ഞും കർത്താവ് എടുത്ത് മുറിക്കുകയും വാഴ്ത്തുകയും ചെയ്തിട്ട് അന്ന് വരെ ആരും ഒരിക്കലും പറയാത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു. ഈ മുറിക്കപ്പെടുന്ന അപ്പം എൻ്റെ ശരീരമാണ്, ഈ വാഴ്ത്തപ്പെടുന്ന വീഞ്ഞ് എൻ്റെ രക്തമാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ രഹസ്യങ്ങൾ പരിശുദ്ധ കുർബാനയിലാണ്. അപ്പത്തെ ശരീരമാക്കുന്നു, വീഞ്ഞിനെ രക്തമാക്കുന്നു. ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമായിട്ട് അൾത്താരയിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നത് വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ കൈക്കൊള്ളുന്ന നമ്മൾ, വിശുദ്ധനായ ജെറോം പറയുന്നത് പോലെ, ട്രാവലിംഗ് ടബർനക്കിൾ ഓഫ് ദ യൂക്കറിസ്റ്റ്. അരുളിക്കായിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് ആദരവോടും ആരാധനയോടും കൂടെ നമ്മൾ നോക്കിക്കാണാറുണ്ട്. ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തു പോകുന്ന ഞാനും നിങ്ങളും ട്രാവലിംഗ് ടബർനക്കിൾസ് ഓഫ് യൂക്കറിസ്റ്റ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ അവിടെയാണ് യൂദാസിന് പറ്റിയ വലിയ അപകടം നമുക്ക് സംഭവിക്കുക. താഴവേളയിൽ കർത്താവ് യൂദാസിനോട് എത്രയോ പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. അപ്പം ഭക്ഷിച്ച ശേഷം നീ പോയി നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. നീ പോയി നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. കർത്താവ് യൂദാസിന് വീണ്ടും ഒരു അവസരം കൊടുത്തതാ മാനസാന്തരത്തിന്. യൂദാസിൻ്റെ കയ്യിൽ അപ്പോഴും 30 വെള്ളിക്കാശുണ്ടായിരുന്നു. അർഹിക്കാത്തതാണ് പന്തിയിൽ നിന്ന് അവൻ സ്വീകരിച്ചത്. കർത്താവിന് ഒറ്റിക്കൊടുക്കാനുള്ള വില തൻ്റെ പോക്കറ്റിലിട്ടിട്ട് കർത്താവിൻ്റെ തിരുവത്താഴ മേശയിൽ നിന്ന് അപ്പം ഭക്ഷിച്ചു. ഇതൊരു പഴയ കഥയായിട്ട് നിങ്ങൾ കാണരുത്. ഈ കഥ ഈ കാലഘട്ടത്തിലും ആവർത്തിക്കാൻ ഇടയുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കുക. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മൾ നമ്മുടെ ദൗത്യങ്ങളിലെ കാണിക്കേണ്ട സ്വാർത്ഥതയില്ലാത്തൊരു സമർപ്പണമുണ്ട്. ഞാൻ വൈദികരോട് ചിലപ്പോഴും ധ്യാനം പ്രസംഗിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഒരു വൈദികൻ
ആധ്യാത്മികമായിട്ട് ജനങ്ങൾക്ക് സ്വീകാര്യനാകുന്നത് അവൻ്റെ സംലപ്തതയിലാണ്. എന്നാണ് ഒരു അച്ഛൻ തൻ്റെ ജനത്തിൻ്റെ കൂടെ നിൽക്കുന്നത്? എന്നാണ് ഒരു അച്ഛൻ ജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കരം കൊടുക്കുന്നത്? അവൈലബിലിറ്റി ഈസ് ദ സ്പിരിച്വാലിറ്റി. നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങൾ യുവജനങ്ങൾ, നിങ്ങൾ കുഞ്ഞുമക്കൾ തിരിച്ചറിയുക, നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ സംലപ്തതയാണ്. നമ്മുടെ സംലപ്തത നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്. കർത്താവ് അതുകൊണ്ട് യൂദാസിനോട് പറഞ്ഞത് നമ്മോടും കൂടെ പറയുന്നു, നീ കിട്ടാനുള്ളത് വാങ്ങിച്ചു, പോയി നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. പൗരോഹിത്യ ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കാറുണ്ട്, ഒരു നല്ല അച്ഛനെ കണ്ടാൽ അദ്ദേഹം പഠിച്ച സെമിനറിയോ അദ്ദേഹം എടുത്ത ഡോക്ടറേറ്റോ അദ്ദേഹത്തിൻ്റെ വലിയ സാമർത്ഥ്യങ്ങളുടെ ലിസ്റ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ഹി കംസ് ഫ്രം എ നോബിൾ ഫാമിലി. ഒരച്ഛൻ ആ അമ്മയുടെ അമ്മിഞ്ഞ പാലിൻ്റെ രുചിച്ചറിഞ്ഞ മൂല്യങ്ങളാണ് നമ്മുടെ വൈദിക ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ പാസ്റ്ററൽ മിനിസ്ട്രി. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന വലിയ മതബോധനമുണ്ട്. അതാണ് പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ ചക്രവാളം. അതുകൊണ്ട് ഇന്ന് പെസഹ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഈ വലിയ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലെ ചെയ്യാനായിട്ട് നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ ചില പാവപ്പെട്ട മനുഷ്യർ പള്ളിക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും വീട്ടിൽ ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തി പറയാറുണ്ട്, വേറെ ആളുകളൊന്നുമില്ലേ, ഇങ്ങനൊരു പള്ളിയിൽ തന്നെ അടിമ വെച്ചതുപോലെയാണല്ലോ. ഞാൻ അവരോടൊക്കെ പറയും, അവിടെ വീട്ടുകാരോടും പറയും, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കണം. പള്ളിക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്നത് നഷ്ടമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട്, അത് യൂദാസിൻ്റെ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണ്. അത് യൂദാസിൻ്റെ, എനിക്ക് ലാഭം ഉള്ളത്, എനിക്ക് മെച്ചമുള്ളത്, എനിക്ക് നഷ്ടം വരുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല. പരിശുദ്ധ കുർബാന ശരീരരക്തങ്ങളാക്കി മാറ്റുന്ന ഈ അത്ഭുതം ഇന്നും നടക്കുകയാണ്. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് അധികം കഴിയുന്നതിന് മുൻപ് ഭർത്താവിന് ലുക്കേമിയാണെന്ന് അറിഞ്ഞ ഒരു ജീവിത പങ്കാളി. അധികം കാലം അവർ ജീവിച്ചില്ല. ഒരു കുഞ്ഞിനെ അവർക്ക് തമ്പുരാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭർത്താവിനെ പൊന്നുപോലെ നോക്കി. ഭർത്താവ് മരിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ ചെന്ന എന്നോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, തമ്പുരാൻ അസൂയക്കാരനാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. ഞാനും എൻ്റെ ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ തമ്പുരാനിടയിൽ ഇടപെട്ട് എൻ്റെ ഭർത്താവിനെടുത്തു മാറ്റി. ഞാൻ പറഞ്ഞു, നീ നിരാശപ്പെടരുത്. എന്നോട് പറഞ്ഞു, ഞാൻ സങ്കടം പറഞ്ഞതേ ഉള്ളൂ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് എന്നെ കരുതുന്നുണ്ട്. അവള് മകനെ വളർത്തി, മകൻ ഇന്ന് വലിയ ജോലിക്കാരനായി, പ്രായമായി. എന്നോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എൻ്റെ ജീവിതത്തിൻ്റെ വടക്ക് നോക്കി യന്ത്രമായിരുന്നു. കർത്താവ് പറയുന്ന വാക്കുകളുടെ അർത്ഥം അതാണ്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാൻ ചിലപ്പോൾ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു,
ഇന്ന കാലത്ത് ഏറ്റവും വലിയ ഒരു രോഗം എന്താണ്? മറവിയാണ്. നിങ്ങൾ ബിഷഗുരന്മാർ പറയും അൾഷൈമർ. ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കാൻ കഴിയാതെ വിട്ടുപോകുന്നു. നമ്മുടെ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഹൃദയമിടിപ്പാണ് ഓർമ്മകൾ. അതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം മറ്റുള്ളവർക്ക് കരം കൊടുക്കുന്നവരാകുക, മറ്റുള്ളവർക്ക് കരുത്ത് പകരുന്നവരാകുക. പ്രിയമുള്ളവരെ, അപ്പം സ്വീകരിക്കുന്ന നമ്മൾ, എല്ലാ ദിവസവും കുർബാനയിൽ അപ്പം സ്വീകരിക്കുന്നവരാണ് നമ്മൾ. അപ്പമായി മാറുന്നതാണ് കുർബാന. അപ്പം സ്വീകരിക്കുന്ന നമ്മൾ അപ്പമായി മാറുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ തന്നെ ഒരുപാട് അർത്ഥമുള്ളൊരു പ്രയോഗമാണ് അപ്പൻ, അമ്മ എന്നൊക്കെ വാക്കുകൾക്ക്. എത്ര മനോഹരമാണത്! ഫാദർ, മദർ. അത് കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയല്ലേ? അപ്പൻ കർത്താവിൻ്റെ പിതൃത്വത്തിൻ്റെ പിന്തുടർച്ചാവകാശനാണ്. അമ്മ മറിയത്തെ പോലെ കർത്താവിൻ്റെ ദൗത്യത്തിലെ കർത്താവിനോട് സഹകരിച്ചവളാണ്. അതുകൊണ്ട് ഈ പെസഹ വ്യാഴം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കുർബാനയാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. കുർബാനയിലെ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ വൈദികർക്ക് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടെ എറണാകുളം അതിരൂപത ഓർക്കുകയാണ്. 500ഓളം വൈദികരുള്ള ഒരു രൂപതയാണ് നമ്മുടേത്. ഇന്നും മറ്റ് രൂപതകളിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ പട്ടണപ്രദേശത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും ഒക്കെ നടുവിൽ എറണാകുളം അതിരൂപതയിലേക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വൈദികരാകാൻ മുന്നോട്ട് വരുന്നത്. നമ്മുടെ അതിരൂപതയുടെ ഈ വലിയ ചക്രവാളങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവനെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കഴിയട്ടെ ഓർക്കാൻ, മുറിക്കപ്പെടാൻ, കൊടുക്കപ്പെടാൻ. യൂദാസിനോട് പറഞ്ഞത് കർത്താവ് നമ്മളോട് പറയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. നീ പോയി നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. അതുകൊണ്ട് ഈ നല്ല ദിവസം നമ്മുടെ കർത്താവിൻ്റെ പെസഹായുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ പെസഹയായി മാറാൻ പരിശ്രമിക്കാം. കർത്താവ് അത്താഴം ഭക്ഷിച്ചതിന് ശേഷം മനോഹരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. കെദ്രോൻ തോട് കടന്ന് കർത്താവ് ഗെത്സമനയിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ വിശുദ്ധ നാടുകൾ കാണാൻ പോയിട്ടുള്ളവരൊക്കെ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ഒരു വലിയ തോടൊന്നല്ല, പക്ഷെ ഹീ ക്രോസ്ഡ് എ ഡിസ്റ്റൻസ് ആൻഡ് വെന്റ് അലോൺ ടു ഗെത്സമനി. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരടയാളമാണ്. എന്നൊക്കെയാണോ നമ്മൾ തളരുന്നത്, ഓർക്കുക, കെദ്രോൻ തോട് കടക്കുക, ഗെത്സമനിയിലേക്ക് പ്രവേശിക്കുക. അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണത്. അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. ഞാനും നിങ്ങളും നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ, കുടുംബജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ദൗത്യങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ ക്രൈസ്തവമായിട്ടുള്ള നിലപാടുകളും മൂല്യങ്ങളും സൂക്ഷിക്കാനായിട്ട് രക്തം വിയർക്കുന്നവരാണ്. എളുപ്പമൊന്നുമല്ല. ഒരു അധ്യാപകനാകാം, ഒരു ബ്യൂറോക്രാറ്റാകാം, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള ദൗത്യമാകാം. എല്ലായിടത്തും നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാടുകൾ ക്രൈസ്തവീകത, നമ്മുടെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ വലിയ അടയാളം. ഇത് നമ്മുടെ ജീവിതത്തിലെ കാക്കാനായിട്ടുള്ള അവസരമാണ്.
ഞാൻ ഈ നല്ല ദിവസം നമ്മുടെ എല്ലാ വൈദികരെ ഓർക്കുകയാണ്. മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ, ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ വൈദികരെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരാകാനുള്ള നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ, അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മറന്നു പോകരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ദൈവവിളികൾ ഉണ്ടാകാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ മിഷനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾ വൈദികരാകുന്നില്ലെങ്കിൽ, ശരിയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ വൈദിക വിദ്യാർത്ഥികളെ ദത്തെടുത്ത് അവരെ പഠിപ്പിച്ചുകൊണ്ട് ഒരു അഡോപ്റ്റഡ് ഫാദറാകാൻ, ഒരു അഡോപ്റ്റഡ് മദറാകാൻ എൻ്റെ കുടുംബത്തിൽ നിന്നൊരു വൈദികനെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ വൈദികരാകാൻ ധാരാളം കുഞ്ഞുങ്ങൾ വരുമ്പോഴുണ്ട്. സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ്, ചിലപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നാണ്. അവരൊക്കെ ഏറ്റെടുക്കാനായിട്ടുള്ള നല്ല മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. ഈ ഓർമ്മ ആഘോഷങ്ങളല്ല, ആർഭാടങ്ങളല്ല, കെദ്രോൻ തോട്ടിലെ ഗത്സമനിയാണ്. കർത്താവിടെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. കുരിശെടുക്കാൻ കർത്താവിനെ ശക്തി ലഭിച്ചു. ഞാനും നിങ്ങളും കുരിശിൻ്റെ വഴികളിൽ തളരാതെ പോകാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നതിന് ശേഷം സഭയിലുണ്ടായ വലിയൊരു മാറ്റമാണ് എല്ലാ പട്ടണങ്ങളിലും ആരാധനാലയങ്ങൾ. നമ്മുടെ ബസിലിക്കായുടെ അവിടെയുണ്ട് ആരാധനാലയങ്ങൾ. ശാന്തമായിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിൽ നിന്ന് ശക്തി സംഭരിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ചാർജ് ചെയ്യാതെ ഇതെന്നും ഇറ്റേണലായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. രാത്രി ആകുമ്പോൾ ചാർജ് ചെയ്യുമ്പോൾ കൊണ്ടുപോയി കുത്താറുണ്ട്. പിറ്റേ ദിവസം പ്രഭാതത്തിലെ അത് റീചാർജഡായിട്ട് കാണാറുണ്ട്, ഫുൾ ചാർജിൽ. നമ്മുടെയൊക്കെ ജീവിതം അത് തന്നെയാണ്, റീചാർജ് വേണം. ഈ പെസഹ ആഘോഷം അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ കുർബാന ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും സഭയുടെ നാമത്തിലുള്ള ഞങ്ങൾക്കുള്ള വലിയ കൃതജ്ഞതയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എല്ലാ വൈദികർക്കും അവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് കർത്താവിൻ്റെ മുൻപിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.